നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് മലയാള സിനിമയിൽ എത്ര പേരാ പോയി. നമ്മുടെ പ്രിയപ്പെട്ട ഷീനിച്ചേട്ടൻ പോയി, മോഹൻലാലിൻ്റെ അമ്മ പോയി, മുൻഷി ബൈജു പോയി, കണ്ണം പട്ടാമ്പി പോയി. ഇങ്ങനെ ഓരോരുത്തരായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് മലയാള സിനിമയുടെ 3 വിഭാഗങ്ങളിൽ വർക്ക് ചെയ്തിരുന്ന 3 പേരാണ് പോയി കിട്ടിയത്. മലയാള സിനിമയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നവരായിരുന്നു ഈ പോയ 3 പേരും. 1965 സത്യമാഷ് നായകനായ ഉദയയുടെ ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയ ഒരു കലാകാരൻ. 60 വർഷക്കാലമായി മലയാള സിനിമാ രംഗത്ത് ചെറുതും വലുതുമായ വേഷങ്ങൾ ചെയ്ത് ജീവിക്കുന്ന കലാകാരൻ എന്നേ പറയാം. സമ്പന്നനൊന്നും ആയില്ല. ഗോഡ് ഫാദർ അടക്കം കുറേ പടങ്ങളിൽ നല്ല വേഷങ്ങൾ ചെയ്തു. പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും അത് ഗുണം ചെയ്തിരിക്കാൻ സാധ്യതയില്ല. എനിക്കൊരു കുറ്റബോധമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. അപ്പോൾ എന്നെ സാറേ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ, ദിനേശ് എന്ന് വിളിക്കണം ചേട്ടാ എന്ന് പറഞ്ഞാൽ എന്നെ സാറേ എന്നേ വിളിക്കും. ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എന്നെപ്പറ്റി താങ്കളുടെ ചാനലിൽ എന്നാണ് പറയുക? ഞാൻ പറഞ്ഞു, ഞാൻ പറയാം ചേട്ടാ. ചേട്ടൻ്റെ കൈവശമുള്ള ആദ്യകാല സിനിമകളുടെ സ്റ്റില്ലുകളും സിനിമാക്കാരുമായിട്ടുള്ള ചേട്ടൻ്റെ സ്റ്റില്ലുകളും ഒക്കെ അയച്ചു തരാം. അതിപ്പോൾ അദ്ദേഹം മരിക്കുമ്പോഴായതിൽ എനിക്ക് വിഷമമുണ്ട് അദ്ദേഹത്തെ പറ്റി പറയുന്നതിൽ. 72 വയസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളിക്കൊരു സാധാരണ വയസ്സേ ആവുന്നുള്ളൂ. ഇപ്പോൾ മലയാളിയുടെ ശരാശരി വയസ്സെന്ന് പറഞ്ഞാൽ 84ആണ്. 74 വയസ്സിൽ അദ്ദേഹം പോയി. പുന്നപ്ര അപ്പച്ചൻ എന്ന് പറഞ്ഞ വലിയ മീശയും വലിയ തടിയും മിടുക്കും ഒക്കെ ഉള്ള പൊട്ടിച്ചിരിക്കുന്ന, കണ്ടാലൊരു വില്ലനിസം തോന്നിക്കുന്ന, എന്നാൽ ശുദ്ധനായ പാവത്താനായ ഒരു നല്ല മനുഷ്യൻ. എനിക്ക് കാവടിയാട്ടം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് സിദ്ദിഖ് ഒരു വള്ളം തുഴഞ്ഞ് മറ്റേ പാട്ടുപാടിയൊക്കെ പോകുന്ന സീനെടുക്കാൻ, സിദ്ദിഖ് സുചിത്രയായിട്ട്. അതിന് ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ കബീറാണ് എനിക്ക് പുന്നപ്ര അപ്പച്ചനെ പരിചയപ്പെടുത്തി തന്നത്. അന്ന് മുതൽ എൻ്റെ പരിചിതനാണ് പുന്നപ്ര അപ്പച്ചൻ. എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി നായകനാവുന്ന ഒറ്റക്കൊമ്പനാണ് അദ്ദേഹം അവസാനമായിട്ട് അഭിനയിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും പോയി. പ്രായഭേദമന്യേ എല്ലാവരും ബെന്നിയങ്കളെ എന്ന് വിളിക്കുന്ന ഒരു സിനിമാക്കാരനുണ്ടായിരുന്നു, PA ബെന്നി. നമ്മുടെ പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ A. വിൻസെൻ്റ് മാഷിൻ്റെ സഹോദരി ഭർത്താവാണ് ബെന്നി. സഹസംവിധായകനായിരുന്നു, അസിസ്റ്റൻ്റ് ക്യാമറാമാനായിരുന്നു. വിൻസെൻ്റ് മാഷിനോടൊപ്പം കൂടിയെങ്കിലും ശശികുമാർ സാറിനോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അദ്ദേഹം വർക്ക് ചെയ്തത്. 1977 മുഹൂർത്തങ്ങൾ എന്ന ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്തു. ഒരു ക്യാമറാമാൻ ഷാജിയൻ കരുണായിരുന്നു. അപ്പോൾ അറിയാമല്ലോ, നല്ല സിനിമയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് വിചാരിച്ച ആളായിരുന്നു ബെന്നിയങ്കൾ. സിനിമയിൽ അഭിനയിക്കാൻ പോയതാണ്. 1965 മുതൽ സിനിമയിലായിരുന്നു. പക്ഷേ വിൻസെൻ്റ് മാഷാണ് പറഞ്ഞത്, നീ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടവനല്ല, പിന്നിൽ നിൽക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാക്കി. അസിസ്റ്റൻ്റ് ക്യാമറാമാനായി തുടങ്ങി. പിന്നെ മാഷിൻ്റെ സിനിമകളിലൊക്കെ മോശമല്ലാത്ത വേഷങ്ങളും ചെയ്തിരുന്നു. അഭിനയമാണല്ലോ ഇഷ്ടം. ഏതൊക്കെയോ പാട്ടുകൾ പാടി അഭിനയിച്ചത് ബെന്നിയങ്കളാണ്. ഇദ്ദേഹത്തിൻ്റെ കാറ്റടിച്ചു, കൊടുങ്കാറ്റടിച്ചു, അതുപോലുള്ള ഏതൊക്കെയോ പാട്ടുകൾ ബെന്നിയങ്കളാണ് അഭിനയിച്ചിരിക്കുന്നത്. ഛായാഗ്രാഹകൻ എന്താ പറയുക, ഷാജിയൻ കരുൺ ഈ അടുത്ത കാലത്താണല്ലോ പോയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച തുറവൂരിൽ അദ്ദേഹം മരിക്കുമ്പോൾ 94 വയസ്സായിരുന്നു. ബെന്നിയങ്കൾ പോയി. തിരുവനന്തപുരത്തുള്ള പ്രധാനപ്പെട്ട സിനിമാക്കാരൊക്കെ ചന്ദ്രമുതലാളി എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന ആളായിരുന്നു. എന്താ പറയുക, പ്രശസ്ത നിർമ്മാതാവും സംവിധായകനും സ്റ്റുഡിയോ ഉടമയൊക്കെ ആയ P. സുബ്രഹ്മണ്യ മുതലാളിയുടെ മകൻ S. ചന്ദ്രൻ. അച്ഛൻ നിർമ്മിച്ച തിയേറ്ററുകളുടെയൊക്കെ ചുമതലക്കാരൻ അദ്ദേഹമായിരുന്നു. പിന്നെ ഇമ്പീരിയൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ കേരളം മുഴുവൻ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതൊക്കെ നിലച്ചും തോന്നും, നിർത്തിയും തോന്നും. ഒരു വീഴ്ച വീണു വീട്ടിൽ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതം വീട്ടിനകത്തായിപ്പോയി. കുറേ കാലമായി അദ്ദേഹം പുറത്തു പോയിട്ടില്ല. 95 97 വയസ്സായി. ഞാൻ ഇന്നലെ രാത്രി പോയി അദ്ദേഹത്തെ കണ്ടു.
ശ്രീകുമാർ, ശ്രീ വിശാഖ്, ന്യൂ, ശ്രീ പത്മനാഭ എന്നീ തിയേറ്ററുകളുടെ ഭരണാധികാരിയായിരുന്നു. മെർലാൻഡിൻ്റെ ആണല്ലോ ഇതെല്ലാം. മെർലാൻഡിൻ്റെ എല്ലാമായിരുന്നു. അവർക്ക് കാണപ്പെട്ട ദൈവമാണ് ശ്രീ മുരുകൻ. സുബ്രഹ്മണ്യ മുതലാളിയുടെ ഒരു മകൻ്റെ പേരും മുരുകൻ എന്നാണ്, ഒരു മകൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്, ഒരു മകൻ്റെ പേര് കാർത്തികൻ എന്നാണ്. എല്ലാം മുരുകൻ്റെ പര്യായ പദങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് സുബ്രഹ്മണ്യം എന്നാണ്. ഈ നേരത്തെ പറഞ്ഞ ഈ തിയേറ്ററുകളിൽ എല്ലാം തിയേറ്ററിൻ്റെ മേളിൽ മുരുകൻ്റെ പ്രതിമ വച്ചിട്ടുണ്ട്. ചുറ്റും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോൾ വിളക്ക് കൊളുത്തി പുതിയ ഹാരം ഇടും എല്ലാ ദിവസവും. ഇപ്പം തിയേറ്റർ പണി നടക്കുന്ന ശ്രീകുമാറിലും വിശാഖിലും പോലും അത് മുടക്കില്ല. എല്ലാ ദിവസവും മുരുകൻ്റെ കഴുത്തിൽ പുതിയ ഹാരമുണ്ട്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മുരുകൻ മുതലാളി ചന്ദ്ര മുതലാളി കാറിൽ ഓരോ തിയേറ്ററിലും എത്തും. ഇപ്പോൾ പത്മനാഭ തിയേറ്ററിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് ബസ് സ്റ്റാൻഡാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആര് നിൽക്കുന്നു എന്നൊന്നും നോക്കില്ല. കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മുരുകനെ നോക്കി കണ്ണടച്ച് പ്രാർത്ഥിക്കും. അവിടെ നിന്ന് ശ്രീകുമാറിൽ പോയി തൊഴും. അത് കഴിഞ്ഞ് വിശാഖി തൊഴും. അത് കഴിഞ്ഞ് ന്യൂ തിയേറ്ററിൽ ചെന്ന് തൊഴുതിട്ടേ വീട്ടിൽ പോകും. അദ്ദേഹം റോഡിൽ നിന്ന് മുരുകഭക്തനായ അദ്ദേഹം തൊഴുന്നത് കാണാൻ രസകരമായ കാഴ്ചയാണ്. നമ്മളിത് ചിത്രീകരിക്കുന്ന സമയത്ത് 3 മണിക്ക് അദ്ദേഹത്തെ ചിതയിലേക്ക് വച്ചു കഴിഞ്ഞു. നമസ്കാരം. 8.5 വർഷക്കാലം ഇവിടുത്തെ ചില ചാനലുകളും ചില പത്രങ്ങളും കുറേയധികം യൂട്യൂബർമാരും നടിയെ ആക്രമിച്ചത് ദിലീപിൻ്റെ പകയാണെന്ന് ഉറപ്പിച്ച് പറഞ്ഞതായിരുന്നു. അതാണല്ലോ, അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞാണല്ലോ ചർച്ച ചെയ്തത്. അതിജീവിതയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ചു. അവർക്കായി സംസാരിച്ച, ജീവിതത്തിൽ സത്യസന്ധതയില്ലാത്ത ആണും പെണ്ണുമൊക്കെ സംഘടിതമായി ദിലീപിനെതിരെ നിഴൽയുദ്ധം നടത്തിയും ദിലീപ് എന്ന ജനപ്രിയ നായകനെ അടിപടലം തീർക്കാൻ കച്ചകെട്ടി ഇറങ്ങുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ 8 വർഷം നമ്മൾ കണ്ടത്. നടിയെ ആക്രമിച്ചെങ്കിൽ അത് ചെയ്തവന്മാരെ ശിക്ഷിക്കണം എന്നല്ല, ദിലീപിനെ തകർക്കണം എന്നതായിരുന്നു ചിന്ത. അതിലവർ നന്നായി വിജയിച്ചു എന്ന് ഞാൻ പറയും. പ്രതിപട്ടികയിൽ ആയിപ്പോയതിനാൽ ദിലീപിന് കമാന്നൊരക്ഷരം മിണ്ടാനും ആയില്ല. ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെ സംസാരിച്ച ഒരു മഹാനെ നടിയുടെ ആവശ്യപ്രകാരം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ചാനലിൽ വന്നിരുന്ന് ദിലീപിനെതിരെ നിരന്തരം സംസാരിച്ചവനെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കി ഇടതുപക്ഷ സർക്കാർ. സർക്കാരിൻ്റെ വക്കീലിനോട് സംശയം തോന്നിയതുകൊണ്ട് അത് പോരാ എന്ന് തോന്നിയിട്ട് ചാനൽ ചർച്ചകളിൽ വിധി പറയുന്ന ഒരു പെണ്ണുപിള്ളയെ തൻ്റെ പേഴ്സണൽ വക്കീലാക്കി അതിജീവിത. 2 ഒന്നിനൊന്ന് മിച്ച. ഈ 2 ചാനൽ ജന്മങ്ങൾ ചുമ്മാ ചപ്പും ചവറും കോടതിയിൽ കൊണ്ടിടും. അത് കോരിക്കളയലായി പിന്നെ രാമപിള്ള വക്കീലിൻ്റെ ദൗത്യം. തങ്ങൾ വയ്ക്കുന്ന ഉണ്ടയില്ലാത്ത വെടികൾ ചീറ്റിപ്പോകുമ്പോൾ അതിൻ്റെയൊക്കെ പഴി ന്യായാധിപയ്ക്ക് നേരെയായി. ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിക്കളയുന്നതൊക്കെ ഹണിയം വർഗീസിൻ്റെ തലയിൽ വച്ചു കൊടുത്തിട്ട് ഹാർമോണിയം പെട്ടിയും വച്ചിരിക്കുന്ന ചാനൽ ജഡ്ജിമാരുമായി ചേർന്ന് ഇവറ്റകൾ ദിലീപിനെ ദിലീപ് ന്യായാധിപയെ വിലക്കെടുത്തു എന്ന് പ്രഖ്യാപിച്ചു. അല്പം കറപ്ഷൻ തോന്നിക്കുന്നൊരു ന്യായാധിപയാണ് കസേരയിൽ ഇരുന്നിരുന്നതെങ്കിൽ തീർന്നേനെ ഇവർക്കൊക്കെ. കൃത്യനിഷ്ഠയുള്ള ജഡ്ജിയായിപ്പോയതിനാൽ ഇവരുടെ കളി വിജയിച്ചില്ല. ബിഗും റോസ് പൗഡറും കണ്ണുരുട്ടലും കാട്ടി ഒരു കലാകാരൻ എന്നത് പോട്ടെ, ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് എന്തും കാണിക്കുന്ന ആളുമായി ദിലീപ് അകന്നില്ലായിരുന്നു എങ്കിൽ കൊട്ടാരക്കര വിക്രമൻ ഒരിക്കലും ദിലീപിനെതിരെ ചാനൽ ചർച്ചകളിൽ ഉറഞ്ഞു തുള്ളുമായിരുന്നില്ല. വിക്രമൻ ചാനലിൽ പറഞ്ഞു കൂട്ടിയ ഭംഗത്തരങ്ങളെ ഒരിക്കലും ചാനലും തടഞ്ഞില്ല. പോലീസുകാരാണെങ്കിൽ അതൊന്ന് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. എന്ന് മാത്രമല്ല, പറ 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 എന്ന് പ്രോത്സാഹിപ്പിച്ചും കൊടുത്തു. ഇത്തരമൊരു കേസ് ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് എന്ന് ഒരു ചർച്ചയിൽ ചോദിച്ച ഞാനടക്കം 7 പേർക്കെതിരെ അന്ന് എ ഡി ജി പി ആയിരുന്ന പെണ്ണമ്പിള്ള ഓർഡറിട്ട് അങ്കമാലി പോലീസ് കേസെടുത്തു. ഇതാണ് അവസ്ഥ. ഞാനിപ്പോൾ കോടതി കയറി ഇറങ്ങിയാണ് അങ്കമാലിയിൽ. ആ പെണ്ണമ്പിള്ളയ്ക്ക് തോന്നി ഇങ്ങനെയാണോ കേസ് അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുന്ന യവന്മാരെ പിടിച്ചകത്തിടണമെന്ന്.
മെമ്മറി കാർഡ് കോട്ടയം വണ്ടാനം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് സ്ക്രീൻ ചെയ്ത് പുതിയ ബലാത്സംഗ വഴികൾ പഠിപ്പിച്ചു എന്നുവരെ വിക്രമൻ ഈ ചാനലുകളിൽ വന്നിരുന്ന് തള്ളി. പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടൊന്നുമല്ല. എന്നാൽ അതിൻ്റെ തെളിവ് വിക്രമാണെന്ന് ഒരൊറ്റ പോലീസ് യാമാനും ഈ നേരം വരെ വിക്രമനോട് ചോദിച്ചില്ല. കാനഡയിൽ ഒരാളിൻ്റെ പക്കൽ ആക്രമണ ദൃശ്യം ചിത്രീകരിച്ച മെമ്മറി കാർഡ് ഉണ്ടെന്നും മറ്റന്നാൾ ആ കാർഡ് തനിക്ക് കിട്ടുമെന്നും ചാനലുകൾക്ക്, എല്ലാ ചാനലുകൾക്കും അത് തരാമെന്നും ചാനൽ ചർച്ചയിൽ ഈ വിക്രമൻ, കൊട്ടാരക്കര വിക്രമൻ ഉറപ്പിച്ച് പറഞ്ഞു. ഇന്നേ ദിവസം വരെ കാർഡ് വന്നതുമില്ല. ഒരു ചാനലോ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ വിക്രമ മെമ്മറി കാർഡ് എവിടെ എന്ന് ചോദിച്ചതുമില്ല. അവർക്ക് ദിലീപിനെയാണല്ലോ ടാർഗറ്റ്. ഒരു കഥയുമായി മിമിക്രിക്കാരനായ സംവിധായകൻ ആലപ്പിയിൽ നിന്ന് 3 വർഷം ദിലീപിൻ്റെ പിന്നാലെ നടന്നു. പിന്നെ ദിലീപ് പറഞ്ഞു, ബായി ആ കഥ കൊള്ളില്ല, നമുക്ക് കഥ മാറ്റി പിടിക്കാം. കഥ മാറ്റിച്ചു. പുതിയ കഥയും കൊണ്ട് ചെന്നപ്പോൾ അതും പോരാന്ന് പറഞ്ഞു. അങ്ങനെ ദിലീപ് ഈ മിമിക്രിക്കാരൻ്റെ ശത്രുവായി മാറി. അവസരം വന്നപ്പോൾ ചാനലുകളിൽ നാറ്റാവുന്നത്ര നാറ്റി ദിലീപിനെ. എൻ്റെ സമയം മോശമാണ്, വിചാരിച്ചത്ര പടങ്ങൾ ഓടുന്നില്ല, പ്രശസ്തരായ 2 സംവിധായകരുടെ പടം ഉടനെ ചെയ്യണം, അത് കഴിഞ്ഞ് ബായിയുടെ സിനിമ നമുക്ക് ചെയ്യാം, താങ്കളുടെ കഴിഞ്ഞ 2 പടങ്ങളും ഓടിയിട്ടില്ലല്ലോ എന്ന് ദിലീപ് പറയുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് ചോദിച്ചാൽ മാക്ട ഫെഡറേഷനെ പൊളിച്ചടുക്കി ഫിഫ്ക രൂപീകരിക്കേണ്ടി വന്നു. മാക്ട ഫെഡറേഷനിൽ ഏകാധിപതിയെ പേടിച്ചടച്ച പണം അഡ്മിഷനൊക്കെ വേണ്ടി പേടിച്ച് ഭീഷണിപ്പെടുത്തി അടപ്പിച്ചല്ലോ. ലക്ഷക്കണക്കിന് രൂപ സ്വാഹ ആയിപ്പോയി, അടിച്ചോണ്ട് പോയി. ഇരിക്കാൻ കസേര കൊടുക്കാത്തവനെ, സംവിധായകൻ്റെ വിലാപം, ഒരു സംവിധായകൻ ചെന്നിട്ട് ഇരിക്കാൻ കസേര കൊടുക്കാത്തവനെ പറ്റി സംവിധായകൻ വിലപിച്ചപ്പോൾ തിലകനടക്കം അത് ആഘോഷമാക്കി. സംവിധായകൻ ദിലീപിൻ്റെ ശത്രുവുമായി. അലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ കണക്ക് കേരളത്തിലെ പട്ടണങ്ങളിലെ തിയേറ്ററുകൾ വിലസുമ്പോൾ കോടികൾ മുടക്കി പുതിയ തിയേറ്ററുകൾ കെട്ടിയാൽ പെർമിഷൻ കൊടുക്കാതെ പുതിയ സിനിമകളുടെ പ്രദർശനം തടഞ്ഞ് ഏകാധിപതിയെപ്പോലെ ഒരാൾ തിയേറ്റർ മുതലാളി നേതാവായി വിലസിയിരുന്നു വർഷങ്ങളോളം. ആ നേരുന്നറിയില്ലാത്ത നേതാവിനെ പൊളിച്ചടുക്കി ആൻ്റണി പെരുമ്പാവൂരുമായി ചേർന്ന് പുതിയ തിയേറ്റർ മുതലാളിമാരുടെ സംഘടന ദിലീപ് ഉണ്ടാക്കി, ഫിയോക്ക്. അയാൾ ദിലീപിൻ്റെ ശത്രുവായി മാറുക സ്വാഭാവികം. എന്നോടൊരു വാക്ക് പറയാതെ തന്നെ ഞാൻ സുപ്രീം കോടതിയിൽ നിന്നും കോടികൾ മുടക്കി വക്കീലിനെ ഇറക്കി രാമൻപിള്ളയെ നേരിടാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അതിജീവിത അനുസരിച്ചില്ല. അവർക്ക് ആ ADGP പെണ്ണുപിള്ളയാണ് രക്ഷക. ADGP പറയാതെ ഞാനത് അനുവദിക്കില്ല എന്നാണ് അതിജീവിത ഈ തിയേറ്റർ മുതലാളി സംഘടനയുടെ നേതാവിനോട് പറഞ്ഞത്. അത് മറച്ചു വയ്ക്കാനൊന്നും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹം പരസ്യമായി തന്നെ അത് പറഞ്ഞു. ഏത് ആ റിട്ടയർഡ് തലശ്ശേരി തിയേറ്റർ ഉടമ നേതാവ്. എന്തുമാത്രം പക ദിലീപിനോട് അദ്ദേഹത്തിന് ഉണ്ടാകുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. 1-2 കോടി പുല്ല് പോട്ടെന്നേ, ഞാൻ വക്കീലിന് പൈസ കൊടുക്കാം, നമുക്ക് അവിടെ നിന്ന് ഇറക്കാം ആളിനെ. രാമൻപിള്ളയെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാളെ ഞാൻ ഇറക്കി തരാമെന്നുണ്ട്, ADGP പറയാതെ ഇറക്കാക്കില്ല എന്ന് നടി പറഞ്ഞെന്ന്. നിങ്ങൾ ചിന്തിക്കണം. അത് എനിക്ക് ഡി സിനിമാസ് മാത്രമല്ലേ ഉള്ളൂ, അയാൾ എന്ത് പണ്ടാരം അടങ്ങുന്ന പണിയോ ചെയ്യട്ടെ എന്ന് ദിലീപ് വിചാരിച്ചിരുന്നുവെങ്കിൽ, ഫിയോ കൊണ്ടാക്കാതിരുന്നുവെങ്കിൽ ദിലീപിനെ അയാൾ ശത്രുവാക്കില്ലായിരുന്നു. ടാക്സ് അടയ്ക്കാനായി 2 കോടി രൂപ കടം ചോദിച്ചത് നൽകിയിരുന്നുവെങ്കിൽ ഒരു ചാനൽ മുതലാളിക്ക് രാവിലെ മുതൽ രാത്രി വരെ ഹാർമോണിയപ്പെട്ടിയും തുറന്നു വെച്ച് 6.5 വർഷക്കാലം ദിലീപിനെ താറടിച്ച ചാനൽ മുതലാളിയും മറ്റൊരു പെണ്ണുപിള്ളയും പിണങ്ങില്ലായിരുന്നു. ദിലീപിൻ്റെ പുക കാണാനായി നല്ല നല്ല കഥകൾ മെനഞ്ഞ ആ ചാനൽ മുതലാളിയെ ആര് മറന്നാലും ദിലീപ് ജീവിതത്തിൽ മറക്കാൻ ഇടയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തൻ്റെ ഓടക്കുഴൽ വായന എന്നോട് വേണ്ട, തനിക്ക് സ്നേഹിച്ച് കിട്ടിയ ഭാര്യ ഉണ്ടായിട്ടും ചാനലിലെ ഒരുത്തിയും കൊണ്ട് പോകുന്ന ചാനലിലൊക്കെ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ് നടക്കുന്ന വേണുനാഥൻ വായിക്കുന്ന കളിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞ് ഒരുത്തൻ്റെയും അവൻ്റെ സ്റ്റെപ്പിനിയുടെയും ശത്രുവായി മാറി ദിലീപ്. ഇപ്പോഴും പഞ്ചരത്നങ്ങൾ അടികൂടി വാർത്തയുടെ റേറ്റിംഗ് കൂട്ടുന്ന കളി നടത്തുന്ന ചാനലിൽ ദിലീപിനെതിരെ ഡ്രോൺ പറത്തി കളിക്കുകയാണ് ഈ സ്റ്റെപ്പിനി.
ഇങ്ങനെ എത്ര പേരെ ദിലീപ് ശത്രുവാക്കി. അവരെല്ലാം അതിജീവിത കേസിൽ കഴിയുന്നത്ര ദിലീപിനെ പണിഞ്ഞു. എന്തിനധികം, ദിലീപിൻ്റെ ഗുരുനാഥൻ വരെ പറയുന്നു അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന്. നീതി കിട്ടണമെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം. ഇതൊക്കെ ദിലീപ് അറിയുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഈ കണിയിലെ ഒരാളാണല്ലോ കാഞ്ഞിരംകുളം മുത്തു. സൂപ്പർ ഹിറ്റുകൾ നൽകിയ എത്രയോ സുഹൃത്തുക്കൾ ദിലീപിനുള്ളപ്പോൾ, ജോഷി സാറിനെയും സത്യനന്ദിക്കാടിനെയും പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുക്കുന്ന വലിയ സംവിധായകർ കൂടെ ഉള്ളപ്പോൾ ഒരു പൊട്ട പടഞ്ഞത കാഞ്ഞിരംകുളം മുത്തുവിനെ വീട്ടിൽ കയറ്റി പൊറുതിയാക്കിയതും ലക്ഷങ്ങൾ കൊടുത്തതും അയാൾ ചിന്തിച്ചതും, ഇതൊക്കെ എന്തിനാണ് ഇയാൾ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വ്യാസൻ എടവനക്കാടും റോഷൻ ചിറ്റൂരും ഒക്കെ ഉണ്ടായിട്ടും ഈ പിക്ക് പോക്കറ്റുകാരനെ ഇങ്ങനെ കൊണ്ടു നടക്കണമെന്ന് ദിലീപിനോട് ആരും ചോദിച്ചതുമില്ല. യവൻ നാളെ ഒറ്റുമെന്ന് പാവം ദിലീപ് കരുതി കാണില്ല. ദിലീപ് സാർ എന്ന് പറഞ്ഞ് പിറകെ നടന്ന് തൻ്റെ സ്വകാര്യതകൾ നാളെ വിറ്റെടുക്കാനായി ചോർത്തുകയാണ് ഈ എർത്തെന്ന് ദിലീപും ചിന്തിച്ചില്ല. അതാരും ചിന്തിക്കില്ല. നമ്മളെ വീട്ടിൽ വരുന്ന ആൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് നമ്മൾ നോക്കൂ. ചിന്തിക്കാതിരുന്നത്, അല്ലെങ്കിൽ ഈ പൊട്ടം വന്നിരുന്ന് പുളു അടിക്കുന്നത് കേൾക്കാൻ ചിരിക്കാനുള്ള വകകളാണല്ലോ പറയുന്നതെന്ന് വിചാരിച്ചായിരിക്കാം ദിലീപ് അവനെ പ്രോത്സാഹിപ്പിച്ചത്. 2017 കേസിൻ്റെ തുടക്കം. സാക്ഷി വിസ്താരം, അന്വേഷണം ഒക്കെ കഴിഞ്ഞ് കോടതി വിചാരണ പൂർത്തിയാക്കാൻ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലൂസിനെ മാത്രം വിസ്തരിച്ചാൽ മതി എന്ന ഘട്ടത്തിൽ എത്തിയുമ്പോഴാണല്ലോ പല കാരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം വിചാരണയ്ക്ക് ചെല്ലാതെ നീട്ടി കൊണ്ടുപോകുന്ന കാലത്താണ് അതാ വരുന്നു നമ്മുടെ ബാലൻ എന്ന മുത്തു. വെളിപ്പെടുത്തൽ, ഡിജിറ്റൽ തെളിവുകൾ എല്ലാം കോടതിയിലെത്തിക്കുന്നു. വീണ്ടും അന്വേഷണം തുടരുന്നു 3 വർഷം. തൽക്കാലത്തേക്ക് ബൈജു പൗലൂസിന് സമാധാനമായി. വിചാരണ നേരിടാതെ 3 വർഷം കേസ് നീണ്ടു, അല്ലെങ്കിൽ നീട്ടി. ബാലൻ കൊണ്ടുവന്ന തെളിവുകൾ ദിലീപിനെ പൂട്ടുമെന്ന സന്തോഷത്തിൽ പ്രോസിക്യൂഷൻ തുള്ളിച്ചാടിയതാണ്. റിട്ടയർഡ് ഒരു പുളുവനുണ്ടല്ലോ, DSP, സ്വപ്നം കണ്ട കണക്ക് ദിലീപ് ചുരുങ്ങിയത് 20 വർഷം അഴിക്കുള്ളിൽ കിടക്കും ബാലൻ്റെ അല്ലെങ്കിൽ മുത്തുവിൻ്റെ, കാഞ്ഞിരംകുളം മുത്തുവിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 20 വർഷം ദിലീപ് ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഒരു 55 വയസ്സുണ്ടെങ്കിൽ ഒരു 75 വയസ്സ് വരെ കിടന്നാൽ പിന്നെ അയാളെ കൊണ്ടൊരു ഗുണത്തിനും ഇല്ലല്ലോ സിനിമയ്ക്ക്. പക്ഷേ മനപ്പായസം അടപടലം കരിഞ്ഞുപോയി. ഉദാഹരണത്തിന് ബാലൻ കൊടുത്ത ഒരു തെളിവ് 2016 ഡിസംബർ 26 യേശുദേവൻ ജനിച്ചു വീണതിൻ്റെ പിറ്റേന്ന് ആലുവായിലെ ദിലീപിൻ്റെ പുതിയ വീട് പാലുകാച്ചൽ ആയിരുന്നത്രേ. മുത്തുവിനെ മാത്രം ഗസ്റ്റായി ക്ഷണിച്ച പാലുകാച്ചലായിരുന്നു. മുത്തു പോവുകയും ചെയ്തു. അവിടെ വെച്ച് മുത്തു കണ്ടു ഒരാളെ, സാക്ഷാൽ പൾസർ സുനിയെ. പൾസർ പരസ്യമായി ദിലീപിനോട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങുന്നു. കയ്യിലാണെങ്കിൽ ഒരു കെട്ട് നോട്ട്. അവിടെ പാലുകാച്ചൽ, ഇവിടെ കൊട്ടേഷൻ എന്ന് ശ്രീനിവാസൻ യാദവ് പറഞ്ഞതുപോലെ അവിടെ പാലുകാച്ചൽ, ഇവിടെ കൊട്ടേഷൻ, എന്താ പറയുക, അഡ്വാൻസ് വാങ്ങാൻ വന്നതാണ് പൾസർ. ഒരു കെട്ട് നോട്ടാണ് പരസ്യമായി ദിലീപ് എടുത്ത് കൊടുത്തത്. ഒരു ചുവന്ന സ്വിഫ്റ്റ് കാറിൽ കയറി പൾസർ പുറത്തേക്ക്. ദിലീപിനോട് യാത്ര പറഞ്ഞിറങ്ങിയ പൾസർ സ്വിഫ്റ്റിൽ കയറും മുമ്പ് ദിലീപിൻ്റെ അനിയൻ അനുപുമായും സംസാരിച്ചത് മുത്തു കണ്ടു. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ 2016 ഡിസംബർ 26 ദിലീപിൻ്റെ വീടിൻ്റെ പാലുകാച്ചൽ നടന്നിട്ടില്ല. കാരണം പണി തീർന്നിട്ടില്ല. തീരാത്ത വീടിൻ്റെ പാലുകാച്ചലിന് ദിലീപ് ക്ഷണിച്ചു, താൻ പോയി എന്നാണ് മുത്തു അന്വേഷണ തലവന്മാർക്കും കോടതിയിലും മൊഴി നൽകിയത്. ബാലനെ മാത്രം ക്ഷണിച്ച് ദിലീപിനെ പോലെ വലിയൊരു താരം തൻ്റെ വീട് പാലുകാച്ചൽ നടത്താൻ ഈ മുത്തു യവനാര് എന്നാണ് ചോദിക്കേണ്ടത്. ദിലീപിനെ പോലൊരു സെലിബ്രിറ്റിയുടെ ഇത്തരമൊരു ചടങ്ങ് രഹസ്യമായി നടത്താനൊക്കുമോ? ഏറ്റവും കുറഞ്ഞത് ബന്ധുക്കളും ലാൽ ജോസ് അടക്കമുള്ള സുഹൃത്തുക്കളുമെങ്കിലും കാണില്ലേ? റോഷൻ ചിറ്റൂരും വ്യാസൻ എടവനക്കാടും എങ്കിലും അവിടെ ഉണ്ടാവേണ്ടതല്ലേ? ഇവരാരുമില്ല. കാഞ്ഞിരംകുളം മുത്തു മാത്രമാണ് VVIP ആയി അവിടെ ഉണ്ടായിരുന്നത്രേ. പിന്നെ പൾസർ വന്നതിനും കാശ് കൊടുത്തതിനും ചുവന്ന സ്വിഫ്റ്റിൽ കയറി പോയതിനും എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് കോടതി മുത്തുവിനോട് ചോദിച്ചപ്പം എൻ്റെ ഒരു തെളിവുമില്ല, വാമൊഴി മാത്രമേ ഉള്ളൂ, തെളിവില്ല. ആഹാരം കഴിക്കുന്നിടത്ത് വരെ ടാബിൽ റെക്കോർഡ് ചെയ്യുന്നവൻ,
പൾസറിൻ്റെ ഒരു 10 സെക്കൻഡ് വിഷ്വൽ എടുക്കാത്തത് എന്താ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അയാളവിടെ വരാഞ്ഞതിനാൽ എടുക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. ദിലീപായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഒരു ചർച്ച ചെയ്യുന്നത്, അതൊക്കെ റെക്കോർഡ് ചെയ്തു ടാബിൽ. പക്ഷേ പൾസറിൻ്റെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താ എന്ന് ചോദിച്ചപ്പോൾ അയാൾ വന്നില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഒരു വീട് പാല് കാച്ചലിന് ആരെയൊക്കെ ക്ഷണിക്കണമെന്നത് ഗ്രഹനാഥൻ്റെ തീരുമാനമാണ്. മുത്തുവിനെ മാത്രം ക്ഷണിച്ചാൽ മതിയെന്നും ദിലീപിൻ്റെ തീരുമാനം. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ എന്നാണ് കേസ് അന്വേഷിക്കുന്ന ബൈജു പൗലോസ് കോടതിയിൽ ഉന്നയിച്ച ന്യായം. അത് ദിലീപാണ് തീരുമാനിക്കുന്നത്. എൻ്റെ വീട്ടിൽ കേരള മുഖ്യമന്ത്രിയെ പാല് കാച്ച് വിളിക്കണോ, പ്രതിപക്ഷ നേതാവിനെ പാല് കാച്ച് വിളിക്കണോ, മമ്മൂട്ടിയെ പാല് കാച്ച് വിളിക്കണോ, ജോഷിയെ പാല് കാച്ച് വിളിക്കണോ എന്നൊക്കെ അയാളല്ലേ തീരുമാനിക്കണേ. അയാൾക്ക് തോന്നി ഇവരെ ആരെയും വിളിക്കണ്ട, എനിക്ക് സാക്ഷാൽ മുത്തു ഉണ്ടല്ലോ, മുത്തു മാത്രം മതി എന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പമെന്നാണ് കോടതിയിൽ ബൈജു പൗലോസ് ചോദിച്ചത്. വീട് നിർമ്മിച്ച കോൺട്രാക്ടറും കോടതിയിൽ വന്നു. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ 2016 ഡിസംബർ 26 ദിലീപിൻ്റെ വീട് പാല് കാച്ചൽ നടന്നിട്ടില്ല, വീടപ്പോൾ പണി തീർന്നിട്ടില്ല. അപ്പോൾ പറയാണ്, മുത്തു പറയാണ്, 25-നായിരുന്നു വീട് പാല് കാച്ച്. അന്ന് തനിക്ക് പോകാൻ പറ്റാത്തതിനാലാണ് 26-ന് പോയത് എന്നാണ് മുത്തുവിൻ്റെ പിന്നത്തെ വിശദീകരണം. കാരണം ഭാര്യ ക്രിസ്ത്യാനിയാണ്, ഇയാൾ ഹിന്ദു നാടാരും ഭാര്യ ക്രിസ്ത്യൻ നാടാരുമാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ പോകണമെന്ന്, അതുകൊണ്ട് ക്രിസ്മസൊക്കെ ആഘോഷിച്ചിട്ട് പിറ്റേ ദിവസം പോയെന്നാണ് അദ്ദേഹം പറയുന്നത്. പാല് കാച്ചലിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോയോ എല്ലാം ചോർത്തുന്ന മുത്തുവിൻ്റെ ഫോണിൽ ഇതൊന്നുമില്ല. എന്നാലോ മുത്തുവിൻ്റെ ഫോണിൽ നിന്ന് ദിലീപിന് ഈ പറയുന്ന ഡിസംബർ 26-ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുത്തു വിചാരിച്ച് ഇത് മാച്ച് കളഞ്ഞാൽ മാഞ്ഞു പോകുമല്ലോ എന്ന്. ഫോറൻസിക്കിൽ പരിശോധിച്ചപ്പോൾ ആ മെസ്സേജ് കിട്ടി. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, പാലുകാച്ച് ക്ഷണിച്ചവൻ ചോദിക്കുകയാണ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, വന്നാൽ കാണാൻ സമയമുണ്ടാവുമോ എന്നൊക്കെയാണ് മുത്തു അയച്ച മെസ്സേജ് കണ്ടെത്തിയത് കോടതി. പാലുകാച്ചൽ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് വന്നോട്ടെ എന്നോ കാണാൻ സമയമുണ്ടാവുമോ എന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കുമോ? ഇതിൽ തന്നെ ഇങ്ങനൊരു പാലുകാച്ചൽ നടന്നിട്ടില്ല എന്നും മുത്തു ക്ഷണിച്ചിട്ട് പോയതല്ല എന്നും വന്നോട്ടെ എന്ന് അങ്ങോട്ട് ചോദിച്ചതാണെന്നും മനസ്സിലാക്കാം. പോരാത്തതിന് ബൈജു പൗലോസ് കൊടുത്ത മൊഴിയിൽ മുത്തുവിൻ്റെ പാലുകാച്ചൽ ഒന്നുമില്ല, ഈ പറച്ചിലല്ലാതെ ഒരു തെളിവും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് അയാൾ തുറന്നു പറഞ്ഞു. അപ്പോൾ അതും പൊളിഞ്ഞു. നടക്കാത്ത പാലുകാച്ചിന് സിനിമാക്കാരെ ആരും ക്ഷണിക്കാതെ പോവുകയും പൾസർ വരികയും പരസ്യമായി പൾസറിന് കൊട്ടേഷൻ തുകയായി ഒരു കെട്ട് നോട്ടെടുത്ത് കൊടുക്കുകയും അയാളത് പരസ്യമായി കാട്ടി ചുവന്ന സ്വിഫ്റ്റിൽ കയറി പോവുകയും പോകും മുമ്പ് അനൂപ് അടക്കമുള്ളവരോട് കുശലം പറയുകയും ഇങ്ങനെയൊക്കെ മുത്തു പറയുമ്പോൾ പ്രോസിക്യൂഷൻ ശരിക്കും കണ്ണുകളിപ്പോയി. അവരിങ്ങനെ ഒരിക്കലും കോടതിയിൽ പറയാത്ത കാര്യമാണ് മുത്തു വച്ച് കാച്ചി കളഞ്ഞത്. അവിടെ പ്രോസിക്യൂഷനെയും മുത്തു നാറ്റിച്ചു. രഹസ്യമായിട്ടാണ് ദിലീപ് പൾസർ കൂടിക്കാഴ്ചകൾ വർഷങ്ങളായി നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പരസ്യമായാണ് പൾസറിനെ ദിലീപ് കണ്ടതെന്നും പണം കൊടുത്തതെന്നും പ്രോസിക്യൂഷൻ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന മുത്തു പറയുന്നു. അപ്പോൾ കോടതി എന്ത് അനുമാനിക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദിലീപും പൾസറും 7 തവണയാണ് 7 സ്ഥലത്ത് വെച്ച് ഗൂഢാലോചന പ്ലാൻ ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ കൊടുത്തത്. എന്നാൽ ദിലീപിൻ്റെ വീട്ടിൽ പരസ്യമായി വന്നതോ കാശും വാങ്ങി പോയതോ അന്വേഷകർ അറിഞ്ഞിട്ടില്ല. എങ്കിൽ അവർ പരാജയപ്പെട്ടു എന്നല്ലേ കാണേണ്ടത്. മറ്റൊരു ഗൂഢാലോചനയായി ഇതിനെ രജിസ്റ്റർ ചെയ്യാമായിരുന്നു അവർക്ക്. പക്ഷേ അവർ കേട്ടതായി പോലും മുത്തു പറഞ്ഞതിനെ കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല. കോടതിയിൽ വരും മുമ്പ് എന്തുകൊണ്ടാകാം ബൈജു പൗലോസിനോട് മുത്തു പറയാത്തത് എന്നും ആർക്കും അറിയില്ല. പൾസറും പറയുന്നുണ്ട്, ഞാൻ 7 ഇടത്ത് ദിലീപിനെ കണ്ടെന്ന്. ദിലീപിൻ്റെ വീട്ടിൽ പോയ കഥ പൾസറും പറയുന്നില്ല. മുത്തുവിന് മാത്രമേ ഇതൊക്കെ അറിയാവൂ. പൾസറിന് വരെ അൾസിമേഴ്സാണ്. പക്ഷെ മുത്തുവിന് ഓർമ്മയുണ്ട് പാലുകാച്ചലിന്. അവിടെ പാലുകാച്ചി, ഇവിടെ ഗൂഢാലോചനയ്ക്ക് പൾസർ വന്നിരുന്നു എന്ന്. 2021 ദിലീപിൻ്റെ വീട്ടിലെ ആ കാലത്തെ കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു ദാസനാണ്. അയാൾ ഈ ഒക്ടോബർ 26 മുത്തുവിനെ അവിടെ വെച്ച് കണ്ടു, വീട്ടിൽ വെച്ച്. സൂക്ഷിച്ചു വേണം ഇവരോടൊപ്പമൊക്കെ നടക്കാൻ എന്ന് മുത്തുവിന് പാവമായതുകൊണ്ട്, മുത്തു ഒരു പാവമായതുകൊണ്ട് ഈ ദാസൻ ഉപദേശിച്ചു. ഇവിടം ശരിയല്ല, നിങ്ങൾ സൂക്ഷിച്ചു വേണം യവന്മാരോടൊപ്പം എന്നൊക്കെ നടക്കാൻ എന്നൊക്കെ അദ്ദേഹം ഉപദേശിച്ചു. അതിൽ മുത്തുവിനൊരു വാണിംഗ്
വന്നിരുന്നു. കാരണം സൂക്ഷിക്കണം, നിന്നെയും നാളെ തട്ടും എന്നൊക്കെ ആയിരിക്കാം വിചാരിച്ചത് മുത്തു. കേസിൽ 242 സാക്ഷിയായിരുന്നു ദാസൻ. രസം എന്താണെന്ന് ചോദിച്ചാൽ 2021 ഒക്ടോബർ 26 മുത്തുവിന് ഉപദേശം കൊടുത്തത്. പക്ഷേ 2020 ഡിസംബർ വരെ മാത്രമേ ദാസൻ ദിലീപിൻ്റെ വീട്ടിൽ കെയർടേക്കറായിട്ട് ജോലി ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. 1 വർഷം മുമ്പ് അയാൾ പിരിഞ്ഞുപോയി. ഞാൻ അന്ന് വരെ മാത്രമേ അവിടെ ജോലി ചെയ്തുള്ളൂ എന്ന് ദാസൻ തന്നെ കോടതിയിൽ മൊഴി കൊടുത്തു. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുവെന്നും ദാസൻ കോടതി പറഞ്ഞു. ഞാൻ പിരിഞ്ഞുപോയി 10 മാസം കഴിഞ്ഞിട്ട് ആ വീട്ടിൽ നടന്നതെല്ലാം ഞാൻ എങ്ങനെ അറിയാനാണ് ബഹുമാനപ്പെട്ട കോടതി എന്നാണ് ദാസൻ ചോദിച്ചത്. 2021 ഒക്ടോബർ 25 മുത്തു കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും ഒരു മെയിൽ അയച്ചിരുന്നു. സ്ഫോടനാത്മകമായ ദിലീപിൻ്റെ കുറേ കാര്യങ്ങൾ തെളിവുകൾ സഹിതം എൻ്റെ കൈവശമുണ്ട് എന്നായിരുന്നു ആ മെയിൽ. അതായത് ദാസൻ മുത്തുവിനോട് നിങ്ങൾ സൂക്ഷിക്കണം, യുവമാരോടൊപ്പം നടക്കുന്നത് സൂക്ഷിക്കണമെന്ന് വാണിംഗ് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ പത്രങ്ങൾക്കെല്ലാം വാണിംഗ് കൊടുത്തു മുത്തു. അപ്പോൾ ദാസൻ താങ്കൾ സൂക്ഷിക്കണം എന്ന് ഉപദേശിക്കുന്നതിൻ്റെ തലേന്ന് തന്നെ പത്രങ്ങൾക്ക് മുത്തു മെയിൽ അയച്ചതാണ് വേറൊരു അബദ്ധമായത്. ഇതെങ്ങനെ പറ്റിയെന്ന് കോടതി ചോദിച്ചപ്പോൾ വളരെ കൂളായിട്ട് മുത്തു പറഞ്ഞത്, എൻ്റെ ഫോണിൻ്റെ തീയതി, ഡേറ്റ്, സമയം ഒക്കെ പെശകാണ്, അത് നന്നാക്കണം, എല്ലാം കുഴപ്പത്തിൽ കിടക്കുകയാണ്, അങ്ങനെയാണ് അത് ഓടുന്നത്. 24-ാം തീയതി ആയാൽ 14-ാം തീയതി കാണിക്കും, രാത്രി 8 മണിയായാൽ രാവിലെ 6 കാണിക്കും, തിങ്കളാഴ്ചയാണെങ്കിൽ വെള്ളിയിൽ കാണിക്കും. അങ്ങനെയാണ് എൻ്റെ ഫോൺ ഓടിക്കൊണ്ടിരിക്കുന്നത്, അത് നന്നാക്കാം എന്നാണ് കോടതി പറഞ്ഞത്. ദിലീപിൻ്റെ വീട്ടിൽ പൾസറിനെ കണ്ടതൊന്നും പുറത്ത് പറയരുത് എന്ന് റോഷൻ ചിറ്റൂർ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടല്ലോ, അയാൾ ഒരു ദിവസം മുത്തുവിനെ ഉപദേശിച്ചു. അങ്ങനെയാണെങ്കിൽ ഗൂഢാലോചനയിൽ റോഷനെ പ്രതിയാക്കട്ടെ. ഇത്രയും വലിയൊരു കാര്യം മുത്തു പറഞ്ഞിട്ടും അന്വേഷണ സാറന്മാർ റോഷനെ പ്രതിയാക്കുന്നത് പോട്ടെ, വിളിച്ചൊന്ന് ചോദിക്കുക പോലും ചെയ്തില്ല, അന്വേഷിച്ചതുമില്ല. അവർക്കറിയാം ഈ പൊട്ടൻ മുത്തു ഇങ്ങനെ പല കള്ളങ്ങളും പറയും, അതുകൊണ്ടായിരിക്കും റോഷനെ വിളിച്ചില്ല, മാന്യനായ റോഷനെ വിളിക്കണ്ട എന്ന് വിചാരിച്ചത്. ഈ പൾസർ ദിലീപ് സമാഗമ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായി മുത്തു ദിലീപുമായുള്ള ഒരു ഫോട്ടോ കാണിച്ചു കോടതിയിൽ. ഉച്ച സമയത്ത് ദിലീപിൻ്റെ വീട്ടിലെ കാഴ്ചകൾ മുത്തു കണ്ടല്ലോ, പൾസർ വരുന്നതും പൈസ വാങ്ങിക്കുന്നതും പോകുന്നതും കുശലം ചോദിക്കുന്നതും ഒക്കെ കണ്ടല്ലോ. പക്ഷേ ഫോട്ടോ പിടിച്ചിരിക്കുന്നത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പോഴും മുത്തു പറയാണ്, എൻ്റെ ഫോണിൻ്റെ ഡേറ്റ്, തീയതി എല്ലാം കുഴപ്പമാണല്ലോ, ഇതും തെറ്റാണെന്നാണ് മുത്തു പറയുന്നത്. 2017 നവംബർ 15 മുത്തു ദിലീപിൻ്റെ വീട്ടിലിരിക്കുകയാണ്. അവിടെ അപ്പോൾ ബൈജു ഭായ് എന്ന ദിലീപ് വിളിക്കുന്ന ഒരാൾ ദിലീപിൻ്റെ അടുത്തിരിപ്പുണ്ട്, ബൈജു ഭായ്. അവർ സംസാരിക്കുന്ന വിഷയം നടിയെ ആക്രമിച്ച കാര്യങ്ങളാണ്. അപ്പോൾ മുത്തുവിന് ഉറപ്പായി നടിയെ ആക്രമിച്ചതിൽ ദിലീപുണ്ട്. അപ്പോൾ തന്നെ ടാബ് ഓൺ ചെയ്തു. ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്ന മുഴുവൻ റെക്കോർഡ് ചെയ്തു. പക്ഷേ എന്തു പറ്റിയെന്നാണ് വീട്ടിൽ ചെന്ന് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഭയം കാരണം, പേടി പുള്ളിക്ക്. ഒരുത്തൻ്റെ വീട്ടിൽ പോയി ചോറും പാട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നതിൽ പേടിയൊന്നുമില്ല. പക്ഷേ ഈ ബൈജു ഭായിയും ദിലീപും കൂടെ സംസാരിക്കുമ്പോൾ പേടി വന്നത് കാരണം തുടർച്ചയായിട്ട് റെക്കോർഡ് ചെയ്യാനായില്ലത്രേ. 2017 റെക്കോർഡ് ചെയ്തത് പെൻഡ്രൈവിൽ ആക്കിയിരിക്കുകയാണ് 2022 ജനുവരി മാസം 2 പക്ഷേ ലാസ്റ്റ് റിട്ടേൺ നവംബർ ഡിസംബർ 2021. ആ ടാബാണെങ്കിൽ കേട് പറ്റിപ്പോയി. ഇപ്പോൾ എവിടെയാണെന്ന് മുത്തുവിന് ഓർമ്മയില്ല. ആ ടാബ് എവിടെയെന്ന് പോലും അറിയില്ല. റെക്കോർഡ് ചെയ്ത ടാബിൽ റെക്കോർഡ് ചെയ്ത് തന്നെ ലാപ്ടോപ്പിലേക്ക് മുത്തു മാറ്റുന്നു. അത് മറ്റൊരു ലാപ്ടോപ്പിലേക്ക് പിന്നെയും മാറ്റുന്നു. പിന്നെ അത് പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു. പിന്നെ അത് CD-യിലേക്ക് കോപ്പി ചെയ്യുന്നു. വീണ്ടും CD-യിൽ നിന്ന് പെൻഡ്രൈവിലേക്ക് മാറ്റുന്നു. ഊപ്പാട് വന്ന് കാണും ഈ ടാബുകൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. മുത്തു ശരിക്കും ജോലി ചെയ്തിട്ടുണ്ട്. കാരണം കട്ട് ചെയ്ത് ഈ കഥകൾ മാറ്റാൻ വേണ്ടി എന്തെല്ലാം തരത്തിൽ മാറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിന്നെ വേറൊരു ലാപ്ടോപ്പ് വരുന്നു. അങ്ങനെ ആസ്യൂസ്, തോഷിബ, എയ്സർ മുതലായ ലാപ്ടോപ്പുകളിലായിരുന്നു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നത് മുത്തു. ഈ ശബ്ദശകലങ്ങൾ, CD, പെൻഡ്രൈവുകൾ എല്ലാത്തിലുമുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ മാറ്റിയത് എന്ന് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനും അറിയേണ്ട കാര്യമില്ല.
ലാബിൽ മുത്തുവിൻ്റെ 29 ഓഡിയോ ക്ലിപ്പുകൾ റിക്കവർ ചെയ്തെടുത്തു. മുത്തു സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്നാൽ 29 ഇല്ലായിരുന്നു. ലാബുകാർക്ക് കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും ഫ്രീ ആയിട്ട്. ലാബുകാരും പണിഞ്ഞു ഇതിൽ. അപ്പോൾ ഇത് ആരൊക്കെയാണ്, പോലീസിലെ ആരൊക്കെയാണ് ഇതിനകത്ത് കളിച്ചതെന്ന് നോക്കൂ. മുത്തു 29 എണ്ണം കൊടുത്തിട്ടില്ല, പക്ഷേ അവർ 29 എണ്ണം അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്തു. അതെങ്ങനെയെന്ന് വെച്ചാൽ പലതിനെയും മുറിച്ച് 2 ആക്കി കളഞ്ഞു. വീഡിയോ ക്ലിപ്പുകൾ, മറ്റ് ചില ഫയലുകളെല്ലാം കൂടി 69 ഫയലുകൾ റിക്കവർ ചെയ്തു എന്നാണ് അന്വേഷകർ പറഞ്ഞത്. ഈ 69 ഫയലുകളും പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്തിരിക്കുന്നത് 2022 ജനുവരി 2 എന്ന് ലാബിലെ റിപ്പോർട്ടിലുണ്ട്. മുത്തു കോടതിയിൽ പറയുന്നത് 2021 മേയിൽ മാറ്റി എന്നാണ്. 2022 ജനുവരിയിലാണ് പെൻഡ്രൈവിലേക്ക് മാറ്റിയതെന്ന് ലാബുകാർ പറയുന്നു. എന്തു കുന്തമാവട്ടെ, റെക്കോർഡ് ചെയ്ത ഡിവൈസ് വേണം കൃത്യമായി കോപ്പി എടുക്കാനെന്ന് ലാബുകാർ പറയുന്നു. എൻ്റെ ആ കുന്തം ഇല്ല എന്ന് മുത്തു അതിനെക്കൊണ്ട് ഇവിടെ ഒളിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങൾ ലാബുകാർ ചോദിച്ചാലൊന്നും എൻ്റെ ഇല്ല, എൻ്റെ ആ കുന്തമേ ഇല്ല എന്ന് പറഞ്ഞു. FSL റിപ്പോർട്ടിൽ മുത്തു പറഞ്ഞതൊന്നും ഇല്ല എന്ന് ബൈജു പൗലോസ് തന്നെ കോടതിയിൽ സമ്മതിക്കേണ്ടി വന്നു. ബൈജു ഭായിയോട് ദിലീപ് എല്ലാം വിശദമായി പറയുകയും ഞാനത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു എന്നാണ് മുത്തുവിൻ്റെ തുറന്നു പറച്ചിൽ. ഞാനത് വ്യക്തമായി കേട്ടു എന്നും മുത്തു ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ അവിടെ ഒരു കുഴപ്പം പറ്റി എന്താണെന്ന് ചോദിച്ചാൽ, മുത്തു പറയുന്ന 2017 നവംബർ 15 ഈ ബൈജു ഭായി ദിലീപിൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. എറണാകുളത്ത് പോലും അയാളില്ല. ടവറൊക്കെ പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് അയാൾ എറണാകുളത്ത് പോലും ഇല്ല, പിന്നെ എല്ലാം ആലുവയിൽ. ബൈജു കോടതിയിൽ വന്നിരുന്നു സാക്ഷിയായി. 246 സാക്ഷിയായിരുന്നു ബൈജു. ഈ പറഞ്ഞ നവംബർ 15 മകളുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ മകളുമായി ബൈജു കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അവിടെ ആയിരുന്നു എന്നതിൻ്റെ തെളിവായി അയാൾ കോടതിയിൽ പലതും ഹാജരാക്കി. ഒന്ന്, അച്ഛനും മകളും ഒന്നിച്ചു നിന്നെടുത്ത അന്നത്തെ സെൽഫികൾ, ആ ദിവസത്തെ സെൽഫികൾ. അന്നേ ദിവസം 11:57 MG കോളേജിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഫീസ് അടച്ചിരിക്കുന്നതിൻ്റെ രസീതുകൾ. അവർ കോളേജിൽ നിന്നിറങ്ങി കല്ലറയിലെ ഒരു ബന്ധു വീട്ടിൽ ചെന്നതിൻ്റെ തെളിവുകൾ, അവിടെ വച്ചെടുത്ത ബന്ധുക്കളുമായുള്ള സെൽഫികൾ, ഇവയൊക്കെ തെളിവായി. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനായിട്ട് ക്രൈംബ്രാഞ്ച് ഓഫീസർ സാക്ഷി 259 കോടതിയിൽ വന്നു. അതിരമ്പുഴയിലെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ എടുത്ത ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഞാൻ കണ്ടെന്നും എല്ലാം വെരിഫൈ ചെയ്തതിനെ പറ്റിയും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. ബൈജുവിൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും അദ്ദേഹം പറഞ്ഞ രേഖകളൊക്കെ ആ ഫോണിൽ ഉണ്ടായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയിട്ടും കോടതിയിൽ ഇക്കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ അന്വേഷകർ തയ്യാറായില്ല. ഫോണിലെല്ലാം ഉണ്ട്, പക്ഷേ കോടതി പറഞ്ഞില്ല. കോടതി ഇക്കാര്യം തിരക്കി. മുത്തു കൊണ്ടുവന്ന എല്ലാ കള്ളകഥകളും എന്താ പറയുക പൊട്ടിത്തകരും എന്നതിനാൽ പോലീസുകാരെ, അന്വേഷണ ഉദ്യോഗസ്ഥർ അത് മുക്കിയതാണ്. കോടതിക്ക് അത് ബോധ്യമായി. അങ്ങനെ ബൈജു ഭായ് കഥ, മുത്തു കൊണ്ടുവന്ന കഥ 7 നിലയിൽ പൊട്ടി. എല്ലാം റെക്കോർഡ് ചെയ്ത് വച്ചിരുന്ന ടാബ് നശിച്ചു പോയി. അതിലൊന്നും ഇല്ല എന്ന് മാത്രമല്ല, സമർപ്പിക്കാൻ ആകാത്ത വിധം നശിച്ചു പോയി എന്നാണല്ലോ മുത്തു കോടതി പറഞ്ഞത്. ഈ ടാബ് നന്നാക്കാൻ കൊടുത്ത സ്ഥാപനത്തിലെ ആൾക്കാരെ കോടതി വിളിച്ചു വരുത്തി. അംഗീകൃത സ്ഥാപനമാണ് എന്താ പറയുക ഈ ടാബ് നന്നാക്കിയ സ്ഥലം. അവരും പറഞ്ഞു റിക്കവർ ചെയ്യാൻ പറ്റാത്ത വിധം നശിച്ചു പോയത്രേ. സർവീസ് റെക്കോർഡ് കോടതി പരിശോധിച്ചു. അവർ പറഞ്ഞതും വിശ്വസിച്ചില്ല. സർവീസ് റെക്കോർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ റെക്കോർഡ് പരിശോധിച്ചു. അതിൽ പറയുന്നത് സർവീസ് സെൻറ്ററിൽ ടാബ് കൊടുത്തത് യൂട്യൂബ് ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന തകരാറ് പരിഹരിക്കാനാണ്, അല്ലാതെ എൻ്റെ കുന്തും കുടച്ചക്രവും പോയെന്നല്ല. സർവീസ് സെൻറ്റർ ആപ്പ് ശരിയാക്കി സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്ത് സെറ്റപ്പ് ശരിയാക്കി കൊടുത്തിരുന്നു എന്നാണ് സർവീസ് റെക്കോർഡിലുള്ളത്. കോടതിയിൽ പറഞ്ഞത് മറ്റൊരു കള്ളമായിരുന്നു. ഫോറൻസിക് ലാബ് ടെക്നീഷ്യൻ എന്തിനാണെന്നറിയില്ല മുത്തു കൊടുത്ത ശബ്ദങ്ങളെയൊക്കെ തിരിച്ചും മറിച്ചും മുറിച്ചുമൊക്കെ എണ്ണം കൂട്ടിയത് എന്ന് കോടതി കണ്ടെത്തി. കോടതി ചോദിച്ചിട്ട് അവർക്ക് മറുപടിയില്ല. അതെങ്ങനെ ഇയാൾ തന്നതിൻ്റെ ഇരട്ടിയായത് എങ്ങനെയെന്ന് ചോദിച്ചിട്ട് മറുപടിയില്ല. മുത്തു മുഖ്യമന്ത്രിയുടെ പോർട്ടലിൽ തനിക്ക് ദിലീപിനെക്കുറിച്ച് അറിയാവുന്നതെല്ലാം അയച്ചിരുന്നല്ലോ. ഒരു DTP സെൻറ്ററിൽ പോയാണ് ഈ പരാതി മുത്തു തയ്യാറാക്കിയിരുന്നത്. പോകുമ്പോൾ ഭാര്യയും കൂടി അയാൾ കൂട്ടിയാണ് ചെന്നത്, ഈ DTP സെൻറ്ററിൽ ചെന്നത്. എന്നിട്ട്
മുത്തു എവിടേക്കോ പോയി, ഭാര്യ അവിടെ ഏർപ്പാടാക്കിയിട്ട്. തിരുത്തലുകളെല്ലാം എല്ലാം നടത്തിയത് ഭാര്യയാണ്. സംശയങ്ങൾ വരുമ്പോൾ മുത്തുവിനെ വിളിച്ച് ചോദിക്കും. അങ്ങനെ തിരുത്തി പേജാക്കി മുഖ്യമന്ത്രിക്ക് അയച്ചു. ഈ DGP സെൻറ്ററിലെ ആളെ കോടതി വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം ചോദിച്ചു. അവർക്കയച്ച തിരുത്തൽ വാട്സാപ്പ് മെസ്സേജുകൾ അവർ കോടതി കാണിച്ചു. എങ്ങനെ പരാതി തയ്യാറാക്കണമെന്ന് നിർദ്ദേശിക്കുന്ന മെസ്സേജുകളെല്ലാം ആ ഫോണിലുണ്ടായിരുന്നു. ആ ഡ്രാഫ്റ്റുകൾ അയച്ചു കൊടുത്ത നമ്പർ, ബുദ്ധിയുള്ളൊരു ജഡ്ജിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ആ നമ്പർ കോടതി പരിശോധിച്ചു. അപ്പോഴാണ് കോടതി അറിയുന്നത് അത് മുത്തുവിൻ്റെ ഫോണല്ല, അത് ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഫോണാണ്. ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ ഫോൺ. അതിൽ നിന്നാണ് മുത്തുവിൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ എഴുത്, ഇങ്ങനെ എഴുത്, അത് വെട്ട്, ഇത് വെട്ട് എന്നൊക്കെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ദിലീപിൻ്റെ കള്ളക്കളികളെപ്പറ്റി തയ്യാറാക്കി അയച്ച പരാതി ഒരു സിവിൽ പോലീസുകാരൻ്റെ ഫോണിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഗുരുതരമായ ആരോപണമാണ്. പോലീസ് വകുപ്പ് കൈവശമുള്ള മുഖ്യന് ഏതെങ്കിലും രഹസ്യാന്വേഷണ വകുപ്പ് ഉദ്യോഗസ്ഥൻ ഈ വിവരം കൈമാറിയിരിക്കും എന്നാണ് ഉറപ്പ്. ഈ പോലീസുകാരൻ്റെ നമ്പർ മാത്രം മതി CBI വരികയാണെങ്കിൽ ഈ കേസ് പൊളിച്ചടുക്കാൻ. കോടതി തന്നെ 1711 പേജിൽ ഒരിടത്ത് പറയുന്നു, ഒരു മുതിർന്ന പോലീസ് ഓഫീസർ പറയാതെ ഒരു സിവിൽ പോലീസ് ഓഫീസർ ഇത്തരം സാഹസം നടത്തില്ല. മുതിർന്ന പോലീസ് ഓഫീസർ ആരെന്ന് ഞാൻ പറയണ്ടല്ലോ. എന്തായാലും പുരുഷലിംഗമല്ല, സ്ത്രീലിംഗം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു വലിയ ADGP ഒക്കെ പോലുള്ള ഒരാൾ പറയാതെ ഒരു സിവിൽ പോലീസ് ഓഫീസർ ഇത്തരം തിരിമറികൾ നടത്തില്ല എന്നാണ് കോടതി ഹണിയം വർഗീസ് കുറിച്ചിരിക്കുന്നത്. ഒരുവനെ കൊടുക്കാനായി അന്വേഷണ സംഘം വ്യാജമായ തെളിവുകൾ കൊണ്ടുവന്ന് കോടതിയിൽ നിൽക്കാത്ത, സ്വീകരിക്കാത്തവ കൊണ്ടുവന്ന് കളിച്ചു, പുറത്തിറക്കി. എല്ലാ തെളിവുകളും ഞങ്ങൾ നൽകിയിട്ടും കോടതി അതൊന്നും സ്വീകരിച്ചില്ല എന്നും കോടതി മൊത്തം കളിക്കുകയായിരുന്നു എന്നൊക്കെ വാചകമടിക്കുന്ന ഈ കാതി കമ്മലിടാത്ത വക്കീലടക്കം ഓർക്കേണ്ടത് കോടതിയെ നിങ്ങൾ പറ്റിക്കുകയായിരുന്നു. കാരണം കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന അപ്പം അടിക്കുന്ന ഇങ്ങനെയാണല്ലോ. ഞങ്ങൾ പറയുന്നതൊന്നും കോടതി മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണല്ലോ പറയുന്നത്. മുത്തു കൊണ്ടുവന്ന ഒരു കാര്യം പോലും കോടതി സ്വീകരിക്കാത്തത് അതിൽ വ്യാജമായിരുന്നു മുഴച്ചു നിന്നത് എന്നതിനാലാണ് എന്നൊക്കെയാണ് മുത്തുവിൻ്റേതായി കോടതി നൽകിയ വിലയിരുത്തൽ. അവയിൽ യാഥാർത്ഥ്യബോധമുള്ള വല്ലതും ഉണ്ടായിരുന്നോ? എന്തേലും രേഖകൾ കൊടുക്കാനായോ? മുത്തു പറഞ്ഞവർ കോടതിയിൽ ഊർന്നു വീഴുന്നത് എന്തുകൊണ്ട്? ഇതൊന്നും അന്വേഷിക്കാതെയാണ് ഹണിയം വർഗീസ് ഞങ്ങൾ കൊടുത്ത ഒന്നും എടുത്തില്ല എന്ന് ഈ കാതി കമ്മലിടാത്തവളടക്കം ഗീർവാണം അടിക്കുന്നത്. കോടതിക്ക് ചാനൽ ചർച്ചാ ജഡ്ജിമാരുടെ പൊട്ടത്തരങ്ങളല്ല വേണ്ടത്. ഒരേ ഒരെണ്ണം തെളിവായി ഹാജരാക്കിയാൽ മതിയായിരുന്നു. പക്ഷേ അവരുടെ കൈവശം ഒരു തെളിവുമില്ല. അപ്പോൾ കോടതിക്ക് ഇങ്ങനെയല്ലേ പറയാനാകൂ എന്ന കോമൺ സെൻസ് പോലും ഇല്ലാതെ കോടതിയെ തെറി വിളിക്കുന്ന കാലമാണിപ്പോൾ. ദിലീപിനെ പുറത്ത് വിട്ടിട്ട് 1 മാസമാകാൻ പോകുന്നു. അപ്പോഴും പറയുന്നത്, ഇവിടെ ശബ്ദം പണയം വയ്ക്കുന്ന സ്ത്രീ അടക്കം പറയുന്നത് 4 വർഷം മുമ്പേ എഴുതി വെച്ചതല്ലേ ദിലീപിനെ വെറുതെ ഇവിടെ ഒന്നും ആർക്കാറിനിടാത്തത്. ഞങ്ങളെല്ലാം അത് പ്രതീക്ഷിച്ചു. ഇനി അതിജീവിതം എവിടെ പോവും? ഞങ്ങൾ മുമ്പോട്ട് പോവും. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇൻ്റർനാഷണൽ കോർട്ടിലും ഒക്കെ പോയി ഞങ്ങൾ ദിലീപിൻ്റെ പുക കാണുന്നവരെ പോകും എന്നാണ് ഈ ശബ്ദം വിറ്റ് ജീവിക്കുന്ന സ്ത്രീ അടക്കം പറയുന്നത്. അതുപോലെ ആ കാതി കമ്മലിടാത്ത വക്കീലടക്കം. ഇവരെല്ലാം കൂടി ചളകൊളമാക്കിയ ഒരു കേസിൽ കോടതി ഒരു തെളിവുമില്ലാത്തതിൻ്റെ പേരിൽ ദിലീപിനെ പുറത്തു വിട്ടിട്ടും ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നത് വോട്ട് ബാങ്കായതുകൊണ്ടാണ്. സ്ത്രീകളുടെ പിന്തുണയ്ക്ക് വേണ്ടി കളിക്കുന്ന കളിയായിരിക്കാം. എന്തായാലും നാറ്റ കേസായിപ്പോയി എന്ന് ഞാൻ പറയും. ആർജവമുള്ള ആളാണെങ്കിൽ ദിലീപെ, നിങ്ങൾ ചുരുങ്ങിയതൊരു 5 പേരെ പേരിലെങ്കിലും, ഞാൻ 10 പേരെ പേരാണ് പറയുന്നത്, 5 പേരെ പേരിലെങ്കിലും നിങ്ങൾ 1 കോടി രൂപ വെച്ചെങ്കിലും മാനനഷ്ട കേസ് ഫയൽ ചെയ്യണം. നിങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയവർ പെൻഷൻ വാങ്ങാതെ ആക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.